കല്യാണമൊക്കെ ആയില്ലേ? കല്യാണം നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കും. കല്യാണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ തന്നെയാ. ചിലത് വേഗം നടക്കും, ചിലത് സാവകാശത്തിൽ നടക്കും. നല്ല നെയ്യപ്പം പോലത്തെ കുട്ടികളെ ഞാൻ ഇവന് കാണിച്ചു കൊടുത്തിട്ട് കള്ളം നായ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അത്രണ്ണം കാണിച്ചു കൊടുത്താക്കുന്നു. എടാ, നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അവൻ ഇഷ്ടപ്പെടുത്തില്ല. പിന്നെ നമ്മൾ പറയുന്നതിനൊന്നും വലിയ വിലയൊന്നും ഇല്ല. പുഷ്പ, എന്റെ കമ്പനിക്കാരന്റെ മോളായോണ്ട് പറയല്ല, ഇങ്ങനത്തെ ഒരു കുട്ടീനെ എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റൂല. ഭാസ്കരേട്ടാ, നിങ്ങളാ പൊന്നുമോളെ കൊണ്ട് വിളിക്ക്. മോളെ, കുട്ടികൾ തമ്മിൽ നേരത്തെ കണ്ടിഷ്ടപ്പെട്ടാണല്ലോ. ജാതകാണെങ്കിൽ 10 പൊരുത്തമുണ്ട്. ജാതകത്തിന്റെ കാര്യമൊന്നും ഇപ്പം ഇവിടെ പറയണ്ട. 10ൽ 11 പൊരുത്തണ്ടെന്നും പറഞ്ഞ് കഴിച്ച കല്യാണം എന്റേത്. നീ എവിടെയാ പോന്നെ? പറയുമ്പോ മുഖതിരിച്ച് എവിടെയാ പോന്നെ? ഓരെ കുറിച്ച് അന്വേഷിച്ചു. ഓ നല്ലോനൊന്നുമല്ല. പരിചയക്കാരോട് മിണ്ടുന്നതിന് ഒരു കുഴപ്പമില്ല. മാമന് കല്യാണം കഴിക്കാത്തതിന്റെ സൂക്കേടാ. തേങ്ങ മാമാ, നാളേക്കുള്ള താലിമാല കാണാനില്ല. തൃപ്തിയായില്ലേ എല്ലാവർക്കും? തൃപ്തിയായില്ലേ? വേണ്ട തിരിച്ച കല്യാണം ഇത്. നിങ്ങൾ എല്ലാവരും കൂടി വേഷം കെട്ടിച്ചു. നന്നായി, എല്ലാരും പോയിക്കോ. ഒരു കല്യാണം മുടങ്ങി വെച്ചാൽ ഇറങ്ങി പോയിടുക. ഇങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എത്ര ആഴ്ച ഇറങ്ങി പോണോ? മാമനോട് കള്ളം കുടിച്ചിങ്ങനെ ഇരിക്കാണ്ട് വേഗം വീട്ടിൽ പോകാൻ നോക്കൂ. സൈമന്റെ കയ്യിൽ അങ്ങ് മാമനെ കിട്ടിയാണല്ലോ, മാമനെ പിടിച്ച് ഞാൻ രണ്ടിക്കളി. അല്ല രാമേട്ടാ, ഈ പുഷ്പനെ തെരഞ്ഞെടുക്കുന്ന ഈ സൈമൺ സെക്രട്ടറി ശരിക്കും ആരാ? വൈകുന്നേരം സൈമൺ സെക്രട്ടറി മില്ലിൽ വന്നിരുന്നു. നാട്ടിലൊരു സംസാരമുണ്ട്, പുഷ്പന്റെ കല്യാണം മുടക്കിയത് സാറാണ്. പുഷ്പേട്ടനിടയിലുള്ള എനിക്ക് അസലായിട്ട് അറിയാം. ഓന്റെ ശവടിയെന്ന് അറിഞ്ഞിട്ടാണ് ഈ നാട്ടുകാരെ മുഴുവൻ ഓടിച്ചത്.